എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്താലും യൂട്യൂബ് എടുത്താലും സിനിമ റിവ്യൂക്കാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ്. കാരണം എല്ലാവരും ഇരുന്നങ്ങ് റിവ്യൂ പറയുക. ഇനി റിവ്യൂ പറയുന്നത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിറങ്ങി വന്നവരോ PhD എടുത്തവരോ ഒന്നുമല്ല. 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ 500 രൂപ പോട്ടപ്പോൾ 1000 രൂപ മുടക്കി തിയേറ്ററിൽ പോയിരുന്ന് രണ്ടര മണിക്കൂർ ഇരുന്ന് കണ്ട് AC യുടെ തണുപ്പിലിരുന്ന് കണ്ട് സുഖമായിട്ട് എഴുന്നേറ്റ് വന്നിരുന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫോൺ പിടിച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് റിവ്യൂ പറയുന്നു. എന്തിനാണ് പറയുന്നത്? ചിലർ പൈസ മേടിച്ചിട്ട് പറയുന്നു, ചിലർ പൈസ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ചുരുക്ക് തീർക്കാൻ പറയുന്നു, ചിലർ പൈസ ഉണ്ടാക്കാൻ പറയുന്നു. ഇത്രയും ഇതിനകത്തുള്ളൂ. അശ്വന്ത് കോപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് അവന്മാരെ എടുത്താലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവന്മാർ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് ഈ റിവ്യൂ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പോലും ചുമ്മാ നെഗറ്റീവ് കുറേ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് അത് സത്യമാണെങ്കിലോ അല്ലെങ്കിലോ കൂടി എന്ത് ചെയ്യും? ആ ഒരു വ്യക്തിയോട് ഒരു വെറുപ്പ് തോന്നും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ പറയുമ്പോൾ ആ സിനിമ നല്ലതാണെങ്കിൽ കൂടി അത് കേട്ടിട്ട് മിക്ക ആൾക്കാരും കാണാൻ പോകത്തില്ല. ഇനി കാണാൻ പോകുന്ന ആൾക്കാരോ അവർക്കൊരു നെഗറ്റീവ് തന്നെയായിരിക്കും എപ്പോഴും അവരുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്നത്. ഇതാണ് ഈ റിവ്യൂ പറയുന്നത് കൊണ്ടുള്ള ഒരു ദോഷവശം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പൈസ കൊടുത്ത് കാണുന്നതല്ലേ, നിങ്ങൾ എത്രയാണ് മുടക്കിയത്? ഒന്നെങ്കിൽ 100 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 മുടക്കി വെറും ഒരു 2 മണിക്കൂറിൻ്റെ 2.5 മണിക്കൂറിൻ്റെ അധ്വാനമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഒരു സംവിധായകനും ഒരു നിർമ്മാതാവിനെയൊക്കെ എടുത്താൽ അവർ ഒന്നെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു സിനിമ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തുമാത്രം കഷ്ടപ്പാടുണ്ട് ഒരു സിനിമ ഇറക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ അവരുടെ മുഴുവൻ എഫേർട്ടുകളും എടുത്തിട്ടാണ് ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര റീടേക്കുകൾ എടുത്തിട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത്. എത്ര പേരുടെ കഷ്ടപ്പാടും എത്ര പേരുടെ കഠിനാധ്വാനവും അതിൻ്റെ പിന്നിലുണ്ട്. അതാണ് കേവലം കുറച്ച് പൈസ നാണയത്തൊട്ടുകൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ആ ഒരു സിനിമയെ തന്നെ തകർത്ത് കളയുന്ന റിവ്യൂ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. നിർമ്മാതാക്കൾ ഇവന്മാരെയൊക്കെ വിളിച്ച് തെറി പറഞ്ഞതിന് യാതൊരു കുറ്റവും അവരെ പറയാനില്ല. കാരണം 2 കൊടുക്കുകയും കൂടെ വേണം. അതാണ് അവർ ചെയ്യേണ്ടത്. കാരണം ഇവന്മാർ പറയുന്ന ഈ ഒരു കുറച്ച് റിവ്യൂ ആണ് ഒരു ഫിലിമിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ലോകമാണ്. പലപ്പോഴും പല കോപ്രായങ്ങളും കണ്ടിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് വാവ് നൈസ് സൂപ്പർ എന്നൊക്കെ പറയുന്നവന്മാരുടെ മാനസികാവസ്ഥ എവിടെ എത്തി നിൽക്കുക എന്ന് നമ്മൾക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല. കാരണം അമ്മാതിരി കളികളാണ് ഈ യൂട്യൂബിലൊക്കെ കിടന്ന് കളിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലെടുത്താൽ റീൽസിലൂടെയൊക്കെ നമ്മൾ കാണാം എന്തെല്ലാം കാട്ടിക്കൂട്ടലുകളാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ കാട്ടിക്കൂട്ടലുകൾ കാണിച്ച് ഇങ്ങനെയുള്ള ഒരു കുറേ വെട്ടുക്കിളികളുടെ മുന്നിലോട്ടാണ് ഈ റിവ്യൂമായിട്ട് പോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരത് നല്ല ഒന്നാന്തരമായിട്ട് ഓടിച്ച് മടക്കി കയ്യിൽ കൊടുക്കും. ഇനി ഇവന്മാർ റിവ്യൂ പറഞ്ഞിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒറ്റ ഒരെണ്ണം പോയിട്ട് സിനിമയോട്ട് കാണത്തുമില്ല. എന്ത് കഷ്ടമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എത്രയോ ലക്ഷങ്ങളും എത്രയോ സംവിധായകരും എത്രയോ നിർമ്മാതാക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സിനിമയുടെ നഷ്ടം താങ്ങാനാകാതെ എത്രയോ പേര് വീടും അവരുടെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവൻ വിറ്റിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ ആ സിനിമയെ തകർക്കാൻ ഇങ്ങനെ കേവലം കുറച്ച് വ്യക്തികൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കുറച്ച് മെയ് അനങ്ങാതിരുന്ന പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന റിവ്യൂ പറച്ചിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വേറെ എന്തെല്ലാം കാട്ടിക്കൂട്ടലുകൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാമല്ലോ. എന്തിനാണ് മറ്റുള്ളവരുടെ കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ടിരിക്കുന്ന ഒരു സിനിമയെ തന്നെ പിടിച്ച് നിങ്ങൾ കയറുന്നത്? നിങ്ങൾക്കറിയാം സിനിമ റിവ്യൂ പറഞ്ഞാൽ അത് കേൾക്കാൻ കുറേ ആൾക്കാരുണ്ട്. ബോധമില്ലാത്ത ആൾക്കാരെ അത് കേൾക്കത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവന്മാർ പറയുന്നത് വലിയ ബോധമുള്ള കാര്യമൊന്നുമില്ല. കാരണം ഒന്നാമത് ഓർക്കുക, എനിക്കിഷ്ടമാകുന്ന സിനിമ വേറൊരാൾക്ക് ഇഷ്ടമാകണമെന്നില്ല. ഇപ്പം എനിക്കൊരു ചോയ്സ് ഉണ്ടാകും. ആ ചോയ്സുള്ള സിനിമകളെ എനിക്കിഷ്ടമാകത്തുള്ളൂ. എന്നാൽ വേറൊരാൾക്ക് അവരുടെ ചോയ്സ് അതായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ റിവ്യൂ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് വേറെ എന്തെല്ലാം കണ്ടൻറ്റുകളുണ്ട് അതൊക്കെ ഇറക്കി നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊള്ളുക. അതിനൊന്നും ആരും തടസ്സം പറയുന്നില്ല. എന്തിനാണ് മറ്റുള്ളവർക്ക് എന്താ പറയുക തടസ്സം, അവർക്ക് ജീവിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടൊക്കെ ഉപകരിക്കുമെന്നാണ് പറയുന്നത്. എപ്പോഴെങ്കിലും നാട്ടുകാർ റോട്ടിലിട്ട് ഇടിച്ച് പരുവത്തിലാക്കി തരും. അതേ ഇതിനകത്ത് ബാക്കി കാര്യമുള്ളൂ. ഓക്കെ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, ഈ സന്തോഷ് വർക്കി അതായത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു ഫോട്ടൻ കിടന്നുകൊണ്ട് റിവ്യൂ പറയാൻ അറിഞ്ഞിട്ടുണ്ട്. ഓർക്കുക, സ്വന്തം മുഖം ഇന്ന് വരെ ഒന്ന് സൂം ചെയ്ത് പിടിക്കാൻ പോലും ഈ പൊട്ടൻ ഇതുവരെ അറിഞ്ഞുകൂടാ. അത്രയും ഒരു ക്യാമറ പിടിച്ച് പറയാൻ പോലും റിവ്യൂ പറയാൻ നേരത്തെ സ്വന്തം മുഖം മര്യാദയ്ക്ക് പിടിച്ച് റിവ്യൂ പറയാൻ പോലും പറ്റാത്ത അത്ര പോലും അറിയാത്തവനാണ് റിവ്യൂ ആയിട്ട് നടക്കുന്നത്. ഇനി അവൻ്റെ പുറകെ കുറേ മൈക്കും പിടിച്ചുകൊണ്ട് കുറേ എണ്ണങ്ങൾ ഓടുന്നുണ്ട്. ഇനി ഇവൻ പറയുന്ന ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ PhD കാരനാണ്, ഇവൻ തേങ്ങയാണ്. ഇനി ഇത് എന്തെങ്കിലും ആണെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവനോട്?
നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂ നടത്തുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഇങ്ങനത്തെ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കുമോ? ഇവൻ ചുമ്മാ കിടന്നുകൊണ്ട് നാട്ടുകാരെ പറയിപ്പിക്കുന്നുണ്ട്. ഇവന് അവൻ്റെ കിളി പോയി കിടക്കുവാണ്. അവൻ ഏതാണ്ടൊക്കെ ആന്നുള്ള രീതിയിൽ അവന് അങ്ങ് ഒരിക്കൽ പോലും സ്വന്തം മുഖം ഇതിനകത്ത് കാണാതെ, സ്വന്തം സൗണ്ട് കേൾക്കാതെ, ഇങ്ങനെ ഏതാണ്ട് മായിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു തരം ഖിനാപക്ഷി. അത്രയേ ഉള്ളൂ അവൻ്റെ കാര്യം. അതുകൊണ്ടാണല്ലോ നിത്യാമേനോനെ കുറേ നടന്നു സിമ്മും ഒക്കെ മാറ്റി നിത്യാമേനോൻ്റെ പുറകെ ഒളിപ്പിച്ച് നടത്തും. അവന് നടിമാരുടെ സിനിമാ നടിമാരുടെ പുറകെ മുഴുവൻ നടക്കുക. ഇവൻ്റെ വിചാരം ഇവൻ ഏതാണ്ട് വലിയ തേങ്ങയാണ്. അത് വരുത്തി തീർക്കുന്ന വിധത്തിൽ, അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ കുറേ ഇൻ്റർവ്യൂസ് ഇവൻ്റെ പുറകെ പോവുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ! അത്രയും നിലവാരമില്ലാത്തവന്മാരാണ് സിനിമയുടെ റിവ്യൂവും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളുടെ കഠിനാധ്വാനം, അവരുടെ പൈസയുമാണ്, അധ്വാനമാണ്, എത്രയോ പേരുടെ അധ്വാനമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം ഇങ്ങനെ റിവ്യൂ പറയുന്നവന്മാർ ഒന്നെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, റിവ്യൂ പറയാതിരിക്കുക. കാരണം ഇപ്പോഴല്ലേ ഈ റിവ്യൂ പറച്ചിലൊക്കെ നടന്നത്. ഇതിന് മുന്നേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, ആൾക്കാർ കണ്ടിട്ടുണ്ട്, സിനിമകൾ പൊട്ടിയിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ റിവ്യൂ കേട്ടിട്ട് ഇവർ നമ്മുടെ ലക്ഷങ്ങൾ മുടക്കിയൊന്നുമല്ലല്ലോ സിനിമ കാണാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഒരു 100 രൂപ, 200 രൂപ, 500 രൂപ, 1000 രൂപയ്ക്കല്ലേ മുടക്കുന്നുള്ളൂ. അത്രയും മുടക്കിയിട്ട് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേരിൽ ഇത്രയും ലക്ഷങ്ങളും കോടികളും മുടക്കിയവരെ തകർക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ മൗലിക അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെയാണ്? ബുദ്ധിപൂർവ്വമാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ടല്ല മൗലിക അവകാശങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അല്പം മനുഷ്യത്വം അവരോട് കാണിക്കുക. ഓക്കെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കാട്ടിക്കൂട്ടലും കാണിക്കരുത്. ഇപ്പം എന്താ പറയുക, ഇതുകൊണ്ട് സംവിധായകരോ നിർമ്മാതാക്കളോ ഇവന്മാരെ വിളിച്ച് ചീത്ത പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. രണ്ടര പൊട്ടിക്കൊണ്ട് ചെയ്യണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. ഞാൻ എന്തായാലും സിനിമ റിവ്യൂ ചെയ്യുന്നില്ല. എന്നെ ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഒന്നാമത് എനിക്ക് ഈ മേഖലയെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും സിനിമ കാണുന്ന ആളുമില്ല. കണ്ടാൽ തന്നെ എൻ്റെ ഇഷ്ടമായിരിക്കണം എന്നില്ല. നമ്മുടെ കൂട്ടുകാരിൽ തന്നെ നമ്മൾ ഒരു 10 കൂട്ടുകാർ കൂടി ഒരു സിനിമ കാണാൻ പോയിക്കേ 10 എണ്ണത്തിന് 10 അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് ഇവന്മാരുടെ റിവ്യൂ കേട്ട് ഇനി ഇവന്മാരോ നിർത്തത്തില്ല. കാരണം നാണമില്ല, മാനമില്ല, ഉളുപ്പുമില്ലാതെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവളുമാരും ഒക്കെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കേൾക്കുന്നവരെങ്കിലും കുറച്ചൊരു ബോധം ഉള്ളവരായിരിക്കുക. ഇവന്മാരുടെ തോന്നുന്നതായിരിക്കും വിളിച്ചു പറയുന്നത്. കാരണം അവർ ഒരിക്കലും ആത്മാർത്ഥമായിട്ടല്ല ഇത് പറയുന്നത്. അവന്മാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വിളിച്ചു പറയുന്നത്. ചിലർ പൈസ മേടിച്ചിട്ട് പറയും, ചിലർ പൈസ കിട്ടാതിരിക്കുമ്പോൾ അതിൻ്റെ ദേഷ്യത്തിലും പറയുന്ന റിവ്യൂകളാണെന്ന് ഓർക്കുക. നമ്മൾക്ക് കാണേണ്ട സിനിമകൾ നമ്മൾ എന്ത് ചെയ്യും? തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒത്തിരി പൈസ ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഒത്തിരി പൈസ മുടക്കാനില്ല എങ്കിൽ ടി വിയിലൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഓൺലൈനിലൂടെയൊക്കെ നമ്മൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിരുന്ന് കാണുക. അത്ര ഇതിനകത്ത് പറയാനുള്ളൂ. ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ അധ്വാനത്തെ നമ്മൾ തകർത്ത് കളയാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.